വായിക്കാൻ ഇഷ്ടമല്ലാതിരുന്ന എന്നെ വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചതും ആദ്യമായിട്ടൊരു പുസ്തകം സമ്മാനമായിട്ട് തന്നത് എൻ്റെ കൂട്ടുകാരി വിനീതയാണ്. ഇന്ന് വിനീയുടെ എഴുത്തുകളെല്ലാം ഉൾപ്പെടുത്തി 1-2 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് പാതയുടെ അവസാനം. വിനീയുടെ ചെറുകഥാ സമാഹാരമാണ് വിനീയുടെ 2ാമത്തെ പുസ്തകം. ഇതിൽ 4 ചെറുകഥകളാണുള്ളത്. സൗഹൃദത്തിൻ്റെ ആഴത്തെ പറ്റിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള 4 കഥകൾ. അത് ഓരോന്നും വായിക്കുമ്പോഴും അതിലെ കഥാപാത്രങ്ങൾ നമ്മളാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. അതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാം നമ്മളുടെ റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്തു എനിക്ക്. പുസ്തകം കൈ കിട്ടിയപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ അത് ഫുള്ളിരുന്ന് ഞാൻ വായിച്ചു. അതാണ് വിനീയുടെ എഴുത്തിൻ്റെ പ്രത്യേകത. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറ്റിയാൽ ഈ പുസ്തകം ഒന്ന് വായിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതൊരു നഷ്ടമായിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു.